ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. അപ്പോൾ മക്കളെ, നമ്മുടെ SSLC ഹിന്ദി പരീക്ഷയിൽ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, 8 മാർക്കിന് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. ഓക്കെ, പക്ഷേ ഈ ചോദ്യത്തിനൊരു പ്രത്യേകത ഉണ്ടടാ. ഈ ചോദ്യങ്ങൾ പല കുട്ടികളും ശരിയാക്കാറുണ്ട്. അതെന്താ പറയുക, ഇങ്ങനെ ചില കുട്ടികൾ കറക്കി കുത്തി ശരിയാക്കും, ചില കുട്ടികൾ മനസ്സിലാക്കിയിട്ട് ശരിയാക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാറുണ്ട്. അതായത് ഒരു 6 പ്രസ്താവന തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു 4 പ്രസ്താവന തിരഞ്ഞെടുക്കാൻ, 4 എണ്ണമായിരിക്കും ശരി, അത് തിരഞ്ഞെടുക്കാനേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമുക്കറിയാം. കറക്കി കുത്തി അല്ലെങ്കിൽ കണ്ണടച്ചുകാണ്ട് ഏതെങ്കിലും 4 എണ്ണം എഴുതി വെച്ചാൽ തന്നെ, ഏതെങ്കിലും 4 എണ്ണം എഴുതി വെച്ചാൽ തന്നെ 2 മാർക്ക് ഉറപ്പാണ് അല്ലേ. പിന്നെ ചില കുട്ടികൾക്ക് പെരച്ചനടിച്ചിട്ട് ചിലപ്പോൾ 4 ശരിയാവും അല്ലേ. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട്, ഒരു ഇത്തിരി ഹിന്ദി അറിയാവുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് 4 മാർക്ക് അതിൽ നേടാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇന്നൊക്കെ പറഞ്ഞുതരാം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് 4 മാർക്കിന് മാത്രമല്ല, ചില സമയത്ത് 3 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സഹി മിലാൻകരെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചേരുംപടി ചേർക്കാൻ അല്ലേ. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ 4 മാർക്കിനാണ് ചോദിക്കുക. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വിചാരിച്ചാൽ, ഇതൊന്നെങ്കിൽ ഡയറിയുടെ കൂടെ അല്ലെങ്കിൽ ലെറ്ററിൻ്റെ കൂടെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതിൻ്റെ വാലായിട്ടാണ് വരിക, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയറി, നിങ്ങൾ അറിയാത്തൊരു ഡയറി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ഒരു ലെറ്റർ വന്നു, അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സഹായിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം, ഇത് ശരിയാക്കാൻ, ഈ 2 ചോദ്യങ്ങളും ശരിയാക്കാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗം, അത് ചിലപ്പോൾ കവിതയാവാം അല്ലെങ്കിൽ കഥയാവാം, ഏത് പാഠഭാഗത്ത് നിന്ന് വേണമെങ്കിലും ഈ 2 ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥയായാലും കവിതയായാലും മറ്റ് ലേഖനമായാലും എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല കഥകൾ മനസ്സിലാക്കി വെച്ചാൽ, അതായത് ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഓരോ കഥയും ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഹിന്ദിയിലെ ഒരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഈ 8 മാർക്കും വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ വന്നതാ, കഹാനി കെ ആധാർ പർ 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ചിലപ്പോൾ ഇങ്ങനെ 4 തരണം എന്നില്ല, സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്ന് മാത്രമേ തരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 4 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ 4 പ്രസ്താവനയായിരിക്കും ശരിയായത്. സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കാനേ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒരു പ്രസ്താവന ആയാലും 2 ആയാലും ശരിയായത് തിരഞ്ഞെടുക്കാനേ വരുള്ളൂ. അപ്പം 3 മാർക്കിനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 3 പ്രസ്താവനയെ ശരിയായത് ഉണ്ടാവുള്ളൂ. 2 മാർക്കാണെങ്കിൽ 2, 1 മാർക്കാണെങ്കിൽ, സാധാരണ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം മോഡൽ എക്സാമിന് വന്നിട്ടില്ല. മേ ബി ചിലപ്പം പബ്ലിക് എക്സാമിന് 1 മാർക്കിൻ്റെതും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം ഏതെങ്കിലുമൊക്കെ പാഠഭാഗത്ത് നിന്ന്. ചിലപ്പോൾ ഈ 4 മാർക്കിൻ്റെയും വരും, 1 മാർക്കിൻ്റെയും വരും, ഇതേ പാറ്റേൺ. അപ്പം മനസ്സിലാക്കുക, 1 മാർക്കാണെങ്കിൽ ഒരൊറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, 4 മാർക്കാണെങ്കിൽ 4 ഉത്തരം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതൊന്ന് ശരിക്കും വായിച്ചു നോക്കുക എന്നുള്ളതാണ്. 6 പ്രസ്താവന ഉണ്ടാവില്ല 4 മാർക്കിനാണെങ്കിൽ, ഈ 6ഉം കറക്റ്റ് വായിച്ചു നോക്കണം. നമുക്ക് നോക്കാം. ബച്ചെ സുരേന്ദർ ജി മാഡ് സാബ് സെ ഡർത്തെ തെ. ഈ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാം. ഡർന എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പൊ ബച്ചെ എന്ന് പറഞ്ഞാൽ കുട്ടികളാണല്ലോ. കുട്ടികൾ സുരേന്ദർ ജി മാഡ് സാബ്, ഇത് ബീർബഹുട്ടിയിലെ കുറെ മെസ്സേജുകൾ തന്നെ. എന്തായാലും ഒരു പാഠത്തും തന്നെയാണ് അധികം വരല് കേട്ടോ, ഒരേ പാഠത്തു നിന്നാണ് വരല്. ആ പാഠഭാഗത്തിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏതാ ശരി. അപ്പൊ പാഠഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. അപ്പൊ പാഠഭാഗം വായിച്ചാൾക്ക് മനസ്സിലാവും ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. എന്താണ് പറഞ്ഞേ, ബച്ചെ സുരേന്ദർ ജി മാഡ് സാബ്. സുരേന്ദർ ജി മാഡ് സാബ് എന്ന് പറഞ്ഞാൽ കണക്കിന്റെ മാഷാണല്ലോ. കുട്ടികൾ സുരേന്ദർ ജി മാഡ് സാബിനെ പേടിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഡർത്തേത്തെ ശരിയല്ലേ മക്കളെ. മൂപ്പരെ പേടിക്കുക മാത്രമല്ല, മൂപ്പര് വരുന്ന സമയത്ത് മൂപ്പരുടെ പീരീഡ് പറഞ്ഞാൽ ഗേൽഗഡി കെ ബാദിലെ, കളിയുടെ പീരീഡ് കഴിഞ്ഞിട്ടാ. അപ്പൊ അതുകൊണ്ട് അതിന്റെ 2 മിനിറ്റ് പഹലെന്ന് പറഞ്ഞത് 2 മിനിറ്റ് മുന്നേ കുട്ടികൾ ക്ലാസ്സിൽ എത്തുന്ന പറഞ്ഞത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത്രയും പേടിയാണ് മൂപ്പര് ഭയങ്കര ടെററാണല്ലേ. കുട്ടികളെ വെറുതെ പിടിച്ച് വലിക്കും, മുടിക്ക് പിടിച്ച് വലിക്കും, കുട്ടികളെ അടിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ ശരിയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടി. ഇനി 5 ഓപ്ഷനും കൂടി ഉണ്ട്, അതിൽ നിന്ന് 3 എണ്ണം കൂടിയാണ് ഇനി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ ചില അതിബുദ്ധിയുള്ള കുട്ടികൾ എന്താ ചെയ്യാറിയോ, എന്നാ പിന്നെ ഇത് മൊത്തം കട്ട് എഴുതിയിരിക്കാം, എന്നാ പിന്നെ ഏതെങ്കിലും ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 6 പോയിന്റ് എഴുതും. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 4 പോയിന്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, 4 മാർക്കിനാണ് ചോദിച്ചത്. അത് നിങ്ങൾ 4ൽ കൂടുതൽ എഴുതിയാൽ പിന്നെ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ നോക്കൂല, മൊത്തം തെറ്റിടും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും 4ൽ കൂടുതൽ പോയിന്റ് എഴുതരുത്, 4 എണ്ണേ എഴുതാൻ പാടുള്ളൂ. പിന്നെ 3 എണ്ണം എഴുതി മണ്ടത്തരം കാണിക്കരുത്. ഏതെങ്കിലും 4 എഴുതിയാൽ
എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് 3 എഴുതുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ വിടരുത്. ഓർ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഡയറീൻ്റെ കൂടെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഡയറി നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഡയറി എഴുതിക്കോ, പക്ഷേ ഇതും കൂടി അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ഡയറിനേക്കാൾ മാർക്ക് ഇതിനാണ് കിട്ടുന്നതെങ്കിൽ ഇതിന് ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടില്ലടാ. പിന്നെ ഡയറിക്ക് ചിലപ്പോൾ ഒരു 3 മാർക്കും ഇതിന് 4 മാർക്ക് തന്നെ കിട്ടുമെങ്കിൽ ഇതിൻ്റെ മാർക്ക് ആഡ് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 2 ക്വസ്റ്റ്യൻസ് സൈ മിലാൻകരയും സൈ പ്രസ്താവ് ജൻകറിലേക്ക് നിങ്ങൾ ഒഴിവാക്കരുത്. ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും കേട്ടോ. എന്തെങ്കിലും എഴുതിയില്ല, ചിലപ്പം പെരച്ചനടിച്ച് ഫുള്ള് ശരിയായാലോ. ദെൻ ഓക്കെ, സുരേന്ദർജി മാഡ് സാബ് ഇതിഹാസ് പഠാത്തേത്തെ. രണ്ടാമത്തെ എന്താ? സുരേന്ദർജി മാഡ് സാബ് ഇതിഹാസ്. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം, ഹിസ്റ്ററി എന്നാണ്. പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. പഠാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ്. അപ്പോൾ സുരേന്ദർജി മാഡ് സാബ് ചരിത്രം പഠിപ്പിക്കുന്നു. ചാപ്റ്റർ മനസ്സിലാക്കിയ കുട്ടിക്കാരെ മൂപ്പര് ഗണിതത്തിന്റെ മാഷാണ്, കണക്കാണ് അല്ലേ. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഇത് നിങ്ങൾ എഴുതരുത്, തെറ്റുള്ളത് എഴുതരുത്. അപ്പൊ ഇത് ഒഴിവാക്കി. അപ്പൊ 2 എണ്ണം കഴിഞ്ഞു. ഇനി ആകെ 4 എണ്ണേ ബാക്കിയുള്ളൂ. ഈ 4 എണ്ണത്തിൽ 3 എണ്ണല്ലേ ശരി ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് വായ്പായി? 3 മാർക്ക് ഉറപ്പായി അല്ലേ. സോ അടുത്ത നോക്ക്. സുരേന്ദർജി മാഡ് സാബ് ने बेला के बालों में पंजा फसाया. സുരേന്ദർജി മാഡ് സാബ് ബേലയുടെ ബാൽ എന്ന് പറഞ്ഞാൽ മുടിയാണ്. പഞ്ചാ ഫസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിപ്പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ, എല്ലാം പിടിച്ചു വലിക്കാന്നൊക്കെ. അപ്പോൾ സുരേന്ദർജി മാഡ് സാബ് ബേലയുടെ മുടിക്ക് പിടിച്ചു എന്ന് ശരിയല്ലേ. ഏക്ക് ജരാസി ഗൽത്തി പറയില്ല, വളരെ നിസ്സാരമായ എന്തോ ഒരു തെറ്റിന്റെ പേരിൽ സുരേന്ദർ മാഡ് സാബ് ഒരു ദിവസം ബേലയുടെ മുടിക്ക് പിടിച്ചു വലിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആ സ്ഥലത്തിന് ചിലപ്പം ഡയറിയോ കത്തോ അല്ലെങ്കിൽ പഠിക്കഥ എന്തെങ്കിലുമൊക്കെ ചോദ്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും ശരിയാണ്. ഈ പോയിന്റ് നിങ്ങൾ എഴുതിയാൽ 2 മാർക്ക് കിട്ടി അല്ലേ. ഇനി അടുത്തെന്താ? ഭയഭീത് ഹോക്കർ ബേലാക്കെ പാവ് കാമ്പ് രഹത്തെ. കാമ്പ് രഹ എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറയ്ക്കാന്ന് അർത്ഥം. ഭയഭീത് പറഞ്ഞാൽ പേടിച്ചിട്ട് ബേലയുടെ കാലുകൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. ശരിയല്ലേ. സുരേന്ദർ മാഡ് സാബ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടപ്പോൾ ഇവളുടെ കയ്യും കാലൊക്കെ കടന്ന് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും ശരിയാണ്. 3 പോയിന്റ് എഴുതി. ഇനി ഒരൊറ്റ പോയിന്റ്, നിങ്ങളുടെ 2 എണ്ണത്തിൽ ഏതെങ്കിലും 1 മാത്രമായിരിക്കും ശരി. നമുക്ക് നോക്കാം. ബേല ഓർ സാഹിൽ അജ്മീർ കെ സ്കൂൾ മേം പഠിത്തേ ഹേ. ഇവിടെ നോക്കിയാൽ ബേലയും സാഹിലും അജ്മീറിലെ സ്കൂളാണ് പഠിക്കണമെന്ന്. ശരിയാണോ? അല്ല. ബേലയും സാഹിലും ഫൂലേരയിലെ സ്കൂളാണ് പഠിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ബീർബഹുട്ടി എന്ന കഥ നടക്കുന്നത് ഫൂലേര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അജ്മീർ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്താ അജ്മീറിനെ കുറിച്ച് പറയുന്നത്? അവരുടെ സ്കൂള് ഏതുവരെ ഉള്ളൂ? 5ാം ക്ലാസ് വരെയുള്ളൂ. ഓർത്ത് വെക്കണേ. അതായത് ഉൻകെ സ്കൂൾ സിർഫ് 5 തക്ക് ഹേ അല്ലേ. അതായത് വെറും 5ാം ക്ലാസ് വരെയുള്ളൂ. 2 പേരും ദോനവും എന്താ ചടിമേ പാസ് ഗൈ. 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച സമയത്ത് ഇവർ 2 പേരും ദോനം അലഗ് സ്കൂൾ ജാനാ പടല്ലേ, വ്യത്യസ്തമായ സ്കൂളുകളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സാഹിൽ കെ പിതാനെ ഉസേ, സാഹിലിന്റെ അച്ഛൻ അവൻ എന്താ ചെയ്തത്? അജ്മീർ ബേജ് ദേനേക്ക് കോശിഷ് കർത്തേ അല്ലേ. അതായത് അജ്മീറിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. അജ്മീറിൽ എന്തിന്? വഹാം ഏക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. വഹാം അക്കേല രേക്കർ പടയുക അല്ലേ. അവൻ അവിടെ എന്ത് ചെയ്യും? ഒറ്റക്ക് താമസിച്ച് പഠിക്കുന്ന പറഞ്ഞത് അല്ലേ. അപ്പോൾ അജ്മീറിന് അതാണ് സംഭവം. അല്ലാതെ അവരിപ്പോൾ 2 പേരും പഠിക്കുന്നത് ഫൂലേരയിലാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ലാസ്റ്റത്തെ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ശരിയാവും അല്ലേ. 4 എണ്ണല്ലേ. ഇപ്പോൾ ഇവിടെ 1, 2, 3 എണ്ണേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ എന്തായാലും ശരിയാവും. എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. സുരേന്ദർജി മാഡ് സാബിനെ ബേലാക്കി കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എന്നാണ് അർത്ഥം. നോട്ട് എന്ത് ചെയ്തു? ഫേങ്ക് ദിയ. ഫേങ്കിന പറഞ്ഞാൽ വലിച്ചെറിയ, ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം മാഷ് ചൂടായിട്ട് എന്ത് ചെയ്തു? അവളുടെ നോട്ട് എടുത്തിട്ട് അവളുടെ ബൈറ്റിലേക്ക് ഈ ജഗ അല്ലേ, ഇരിപ്പിടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ബൈറ്റ് അപ്പിനി ജഗപ്പർ എന്ന് പറഞ്ഞില്ലേ, നീ നിന്റെ സ്ഥലത്ത് പോയി ഇരിക്കുന്നു പറഞ്ഞില്ലേ. അപ്പം വലിച്ചെറിഞ്ഞു അല്ലേ. അപ്പോൾ അത് ശരിയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ മനസ്സിലായില്ലേ? കറക്കി കുത്തി എഴുതിയാൽ നിങ്ങൾക്ക് 2 എണ്ണം കിട്ടാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. എന്നാൽ അർത്ഥം മനസ്സിലാക്കി എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വല്ല ലേബറിൻ്റെയോ എന്തെങ്കിലും ഗൈഡുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ചാപ്റ്ററും ഒന്ന് ജസ്റ്റ് ഒന്ന് മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഓരോ കഥയും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈ മാർക്കും സഹി മിലാൻകരയുടെ മാർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പഠിക്കാട്ടോ. ഓക്കെ, നമുക്ക് ഇനി സിമിലർ ടൈപ്പുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇതുപോലെ മുൻ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. സോ ഇതേപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ടാക്കൂർ കാ കുവാം എന്ന് പറഞ്ഞിട്ടുള്ള ജോഗുവിൻ്റെയും ഗംഗയുടെയും ചാപ്റ്ററിലാണ് പ്രേംചന്ദിന്റെ കഥ. അതിലുള്ള കുറച്ച് പോർഷൻസ് 6 പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും 4 എണ്ണം സഹി പ്രസ്താവന, ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. റിവാസി പാബന്തിയോ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറയും. കുറേ കാലങ്ങളായി തുടർന്ന് വരുന്ന ആചാരങ്ങൾ. അപ്പോൾ റിവാസി പാബന്തിയോ കെ വിരുദ്ധറിന് എതിരെ ഗംഗി മെയിം വിദ്രോഹ കി ഭാവന ഹെ. ഗംഗയിൽ എതിർക്കാനുള്ള ഒരു വിപ്ലവകരമായ മനസ്സുണ്ടെന്ന്. ശരിയല്ലേ? അവൾ എന്ത് ചെയ്തു? ഈ ജാതി വ്യവസ്ഥയൊക്കെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അവൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഉയർന്നവരായത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് താഴ്ന്നവരായത്, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് എന്താ കുറച്ച് വെള്ളം എടുത്താൽ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നില്ലേ? അപ്പം ഒന്നാമത്തത് ശരിയാണ് അല്ലേ. അതായത് ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗംഗിയേക്ക് വിദ്രോഹി ദിൽവാലിയിൽ എടുക്കി ഹേ അല്ലെങ്കിൽ ഔരത്ത് ഹേ. അതായത്
വളരെ വിപ്ലവകരമായ മനസ്സുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഗംഗി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? ഇനി ഗംഗി ഊഞ്ച് നീജ് കെ ഭേദ്ഭാവ് കോ പസന്ത് കർത്തി ഹേ. ഗംഗി ഊഞ്ച് നീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ച താഴ്ച, അതായത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി അതിന്റെ ഭേദ്ഭാവ്, ആ വ്യത്യാസങ്ങളെ ഗംഗി പസന്ത് ചെയ്യുന്നുണ്ടെന്ന്. പസന്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ അവൾ എതിർക്കുന്നത്. ഇത് ശരിയെന്ന് എഴുതിയോ പിന്നെ ഇത് ശരിയെന്ന് എഴുതരുത്, ഇതിനെ നേരെ ഓപ്പോസിറ്റാ പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റാണ്. ഗംഗി എതിർക്കുക ചെയ്യുന്നത് അല്ലേ? ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളെ ജാതി വ്യവസ്ഥയെ അവൾ ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഗംഗി ഠാക്കൂർ കെ കുആം സെ പാനി ലേനെ ജാത്തി ഹേ. ഗംഗി ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് പാനി ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക, കൊണ്ടുവരിക എന്നൊക്കെ പറയും. വെള്ളം കൊണ്ടുവരാൻ പോകുന്നു എന്ന്. ജാനാറിന പോവല്ലേ? അപ്പോ പോകുന്നില്ലേ? പോകുന്നുണ്ട്. രാത്രി 9 മണിക്ക് ഒറ്റക്ക് പോകുന്നുണ്ട് തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലേ? ഇനി അടുത്ത് നോക്ക്, ഗാവ് കെ സബി ലോഗ്, ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും ഠാക്കൂർ കെ കുആം സെ പാനി ലേനെ നഹി ലേ സക്താത്തെ, അതായത് ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയില്ല. ശരിയല്ലേ? ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ എല്ലാവർക്കും പറ്റുമോ? ഈ പോയിന്റാണ് നിങ്ങൾ നോക്കേണ്ടത്. എല്ലാവർക്കും കഴിയില്ല എന്ന്. അപ്പൊ ആ സെന്റൻസ് ശരിയാണ്, കാരണം താഴ്ന്ന ജാതിക്കാർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ശരിയാണ് അല്ലെ? അപ്പൊ 3 ശരിയായി. ഇനി 2 ഉള്ളത്. ഇതിൽ 1 ശരി ഉണ്ടാവുള്ളൂ അല്ലെ? നമുക്ക് നോക്കാം. എന്താ? ജോഗു കോ ഗന്ദാ പാനി പീനെ സെ ഗംഗി മനാ കർത്തി ഹേ. ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾ നോക്കണ്ടേ? മന എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ജോഗുവിന് ആ മോശം വെള്ളം കൊടുക്കാൻ ഗംഗി തയ്യാറായില്ല. ശരിയല്ലേ? കൊടുത്തില്ല. അപ്പൊ അതും ശരിയാണ്. അപ്പൊ അതിൽ നമുക്ക് ഉത്തരം കിട്ടി. 1, 2, 3, 4 ശരിയായി. അപ്പൊ അവസാനത്തെ എന്തായാലും തെറ്റായിരിക്കും. എന്താ? ഗംഗി ഠാക്കൂർ കെ യഹാം സെ പാനി ലേക്കർ ആത്തി ഹേ. ഗംഗി ഠാക്കൂറിന്റെ കിണറിന് അവിടെ നിന്ന് വെള്ളം എടുത്ത് വന്നോ? ഇല്ല, കുടം വരെ അവിടെ ഇട്ടുകൊണ്ട് ഓടി കഴിച്ചിലേക്ക് അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. അപ്പം 4 ഉത്തരം കിട്ടിയില്ലേ? ഇത്ര സിമ്പിളാണ്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അർത്ഥം അറിയാഞ്ഞാലാണ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റിക്കുക. അപ്പോൾ അതുകൊണ്ട് അർത്ഥങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് 4 സ്ഥാനം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1 ശരി. അതാ ഞാൻ പറഞ്ഞ 1 മാർക്കിനും ചിലപ്പോൾ ഇത് ചോദിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, സഹി പ്രസ്താവ് ചുൻകർലിക, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. 1 മാർക്കിനാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നോക്കി, ദർശകോങ്കെ, ഇതേതാ ചാപ്റ്റർ? ചാർലി ചാപ്ലിന്റെ ചാപ്റ്റർ ആണ് അല്ലേ? അതായത് സബ്സെ ബഡേ ഷോമേൻ. ദർശകോങ്കെ പ്രോത്സാഹൻ സെ ഗായികോ സ്റ്റേജ് ചോടനെ പടാ. കാണികളുടെ പ്രോത്സാഹനം കൊണ്ടാണ് ആ ഗായിക എന്ത് ചെയ്ത് സ്റ്റേജ് വിട്ടത് എന്ന് ആണോ? അല്ല. ദർശകോങ്കെ അഭിനന്ദൻ സെ ഗായികോ സ്റ്റേജ് ചോടനെ പടാ. സംഭവം 2 സെയിം തന്നെയാണ്. ഈ ദർശകൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരല്ലേ? കാഴ്ചക്കാരുടെ അഭിനന്ദനങ്ങളെല്ലാം പ്രോത്സാഹനങ്ങൾ കൊണ്ടാണോ? അല്ല അല്ലേ? 3ാമത്തെ നോക്കിയാൽ ദർശകോങ്കെ അഭദ്ര ഷോർസെ, അതിൽ തന്നെ പറയുന്നുണ്ട് ചാപ്റ്ററിൽ തന്നെ. ആ ചാപ്റ്റർ വായിച്ചവന് പെട്ടെന്ന് മനസ്സിലാവും. ആ ആളുകളുടെ മോശം ശബ്ദം അല്ലെ, അവരുടെ കൂക്കുവിളികൾ കൊണ്ടാണ് എന്ത് ചെയ്തത്? അമ്മക്ക് സ്റ്റേജ് വിട്ടു പോരേണ്ടി വന്നത്. അപ്പൊ ഇതാണ് ശരി. മനസ്സിലായില്ലേ? ഇനി പറ്റുള്ള നോക്കേണ്ട ആവശ്യമില്ല. എവിടെ എന്താ പറഞ്ഞേ? ദർശകോങ്കെ താലി ബജാനേസെ. താലി ബജാന പറഞ്ഞാൽ എന്താ? കൈയടിക്കുക. ആളുകൾ കൈയടിച്ചുകൊണ്ടാണ് അമ്മ സ്റ്റേജ് വിട്ടത്. കൈയടിച്ചാൽ ഏതെങ്കിലും പാട്ടുകാരൻ സ്റ്റേജിൽ നിന്ന് പോരും, അവിടെ കിടന്ന് മെഴുകല്ല ചെയ്യുക. അപ്പൊ എന്തായാലും 3ാമത്താണ് ശരി അല്ലേ? ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയാൽ ഈസിയാണ് മക്കളെ, ഈസിയാണ്. ഇനി അടുത്തത് അവിടെ തന്നെ സഹി പ്രസ്താവ് ചുൻകർലികെ. ഒരു 4 പ്രസ്താവന എന്നിട്ടുണ്ട്. ഏതോ 1 ശരി. നമുക്ക് നോക്കാം. ലോട്ടയമേം ഗന്ധാ ജൽ ബരാത്ത. ഇതേപോലെ തന്നെ ഠാക്കൂർ കാ കുവാത്താണ്. പാത്രത്തിൽ മോശം വെള്ളമായിരുന്നു നിറച്ചിട്ടുണ്ടായിരുന്നത്. ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നോക്കാം നമുക്ക്. ലോട്ടയമേം സാഫ് ജൽ, വൃത്തിയുള്ള വെള്ളം. അത് തെറ്റാണ് അല്ലേ? അടുത്തെന്താ? ലോട്ടയമേം മീഠാ ജൽ, മധുരമുള്ള വെള്ളം. അതും തെറ്റാണ്. അടുത്ത ലോട്ടയമേം ഗരം ജൽ, ചൂടുള്ള വെള്ളം. 3ഉം തെറ്റാണ്. അപ്പൊ ഏതാ ശരി? ഗന്ധാ ജൽ, മോശം വെള്ളം, ദുർഗന്ധമുള്ള. ഗന്ധാ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ബദ്ബു എന്ന് പറഞ്ഞു, ബദ്ബു എന്നും പറയട്ടോ. ടെക്സ്റ്റിലുള്ള ബദ്ബു എന്നാണ്. ഗന്ധ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ ഗന്ധ എന്നുണ്ടല്ലേ? മൈലാ ഗന്ധ പാനി എന്ന് പറയില്ലേ? അപ്പൊ ഗന്ധ എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുള്ള എന്നാണ്. അത് ഓർത്തു വെക്കുക. അപ്പൊ ഫസ്റ്റത്താണ് ശരി. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ അയാം കലാം കെ ബഹാനയിലാണ്. മോർപാൽ ഹമേഷ സ്കൂൾ യൂണിഫോം പഹൻതാത്ത. മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ധരിക്കാറുണ്ടെന്ന്. ശരിയല്ലേ? എപ്പോഴും സ്കൂളിൽ നീലിക്കാക്കി യൂണിഫോം ധരിക്കാൻ അവന് ഇഷ്ടമാണ് അല്ലേ? നമുക്ക് നോക്കാം അതിനേക്കാളും ശരിയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. മോർപാൽ ഷാദി മേം ബഡിയ കപ്പട. ബഡിയ എന്ന് പറഞ്ഞാൽ വില കൂടിയ, കല്യാണത്തിന് വില കൂടിയ വസ്ത്രമാണ് ധരിക്കലെന്ന്. അത് ശരിയാണോ? അല്ല. കല്യാണത്തിന് പോലും നീലക്കാക്കി യൂണിഫോം ഇട്ടിട്ടാണ് മൂപ്പര് പോയിന് അല്ലേ? അപ്പൊ ഇതെന്തായാലും തെറ്റാണ്. അടുത്ത നോക്കി, നിങ്ങൾ എന്തായാലും ഫുള്ള് വായിച്ചു നോക്കണം കേട്ടോ. ചിലപ്പം ഏതാണ് ഏറ്റവും നല്ല ശരി എന്ന് പറയാൻ പറ്റില്ല. മോർപാൽ വിശേഷ അവസരം പറ, വിശേഷ അവസരങ്ങളിൽ സ്കൂൾ യൂണിഫോം നെഹി പഹൻത. ഇവിടെ നോക്കിയാൽ നെഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനത്തെ ചെറിയൊരു വാക്ക് പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. മോർപാൽ വിശേഷ അവസരങ്ങളിൽ, അതായത് പ്രത്യേകമായ സ്പെഷ്യൽ ഡേകളിലൊക്കെ യൂണിഫോം ധരിക്കാറില്ല എന്ന്. ധരിക്കാറുണ്ട് അല്ലെ? കല്യാണത്തിന് വരെ ധരിക്കലുണ്ട്, പിന്നെ വിശേഷം. അടുത്തെന്താ? മോർപാൽ കബീബി സ്കൂൾ യൂണിഫോം നെഹി പൻതാത്ത. മോർപാൽ ഒരിക്കലും സ്കൂൾ യൂണിഫോം ധരിക്കലില്ലാണ്. തേങ്ങയാണ്. ചങ്ങായി ഉറങ്ങുമ്പോൾ വരെ സ്കൂൾ യൂണിഫോമാണ്. അപ്പൊ ശരിയതാ ഇതാണ് അല്ലേ? അതായത് മോർപാൽ എപ്പോഴും, ഹമേഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം എപ്പോഴും നാട്ടോ. അങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ എപ്പോഴും പഠിച്ചോ. ഇനി അടുത്ത് നമ്മുടെ അക്കാലോ റുസ്കെ ബാദ് എന്നാണ് കവിത എന്നാണ്. ഞാൻ പറഞ്ഞ കവിത എന്ന് വരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. 1 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ്? കുത്തിയ. കുത്തിയ എന്ന് പറഞ്ഞാൽ അവിടെ കാനി കുത്തിയ എന്നല്ല, ഒറ്റക്കണ്ണുള്ള നായ എന്ന് പറയുന്നില്ലേ? ആ പെൺപെട്ടി ഇങ്ങനെ ഉറങ്ങുമായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞതാ കുത്തിയ ബച്ചേ ബച്ചിക്ക് പാസ് സോരഹി ഹേ. അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അടുത്താണ് ഉറങ്ങണേന്ന്. നായേ അല്ല. ഇതിനെന്താ? കുത്തിയ പേട് പൗധ
പേട് പൗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്കടിയിലാണ് അടുത്താണ് ഉറങ്ങുന്നതെന്ന്, അതുമല്ല. കുത്തിയ മാം ബാപ്പയ്ക്ക് അച്ഛൻ്റെ അമ്മൻ്റെ അടുത്താണ് ഉറങ്ങുന്നതെന്ന് ആണോ? അല്ല. കുത്തിയ ചുൽഹെ ചക്കി അടുപ്പിനും മരക്കല്ലിനും അടുത്താണ് ഉറങ്ങുന്നതെന്ന്, ശരിയല്ലേ? ഇതാണ് ശരി. അങ്ങനെ നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞു. ഇനി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചെഴുതണം. 2 മാർക്കല്ല 4 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണം. 2 മാർക്ക് നമ്മൾ എന്തായാലും വാങ്ങൂല, കറക്കി കുത്തിയാലും വാങ്ങും. 4 മാർക്ക് തന്നെ വാങ്ങാൻ നോക്കണം. എന്നാൽ ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. സഹി മിലാൻ കരെ ചേരുമ്പടി ചേർക്കുക. ഇവിടെ തെറ്റിപ്പോയാൽ 4 മാർക്കും പോകും. കറക്കി കുത്തിയാലും ചിലപ്പോൾ 1 മാർക്ക് പോലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് വായിക്കുന്നവർക്കാണ് ഏറ്റവും നല്ലത്. എന്താ നോക്ക്, മാം കി ആവാസ് ഫട്നെ സെ ലോഗ്, ഇതേതാ ചാപ്റ്റർ? ചാർലി ചാപ്ലിനാണ്. ചിലപ്പോൾ സഹി മിലാൻ കരെ പല ചാപ്റ്ററിന് മിക്സ് ചെയ്തിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലും ഒരു സിംഗിൾ ചാപ്റ്റർ എന്നാണ് വരാറുള്ളതെന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മുടെ മോഡൽ എക്സാമിന് വന്നാണ് അല്ലേ. സോ നോക്കി, മാം കി ആവാസ് ഫട്നെ സെ ലോഗ്. ഫട്ന എന്ന് പറഞ്ഞാൽ ഇടറിപ്പോ അല്ലെ, അമ്മയുടെ ശബ്ദം ഇടറിപ്പോയപ്പോൾ ആളുകൾ എന്താ ചെയ്തത്? ആൾക്കാരെല്ലാവരും കൂടി കൂക്കി വിളിക്കല്ലേ ചെയ്ത്. അപ്പൊ കൂക്കി വിളിക്കുക എന്നുള്ള വാക്കിന് ചില്ലാന എന്നല്ല അർത്ഥം. അപ്പൊ ഇവിടെ കണ്ടോ, ചില്ലാനയിലേക്ക് ആർപ്പ് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കുട്ടി മാർക്ക് ചെയ്തത് ശരിയാണ്, ഒന്നാമത്തത് അല്ലേ. ദെൻ അടുത്ത എന്താണ്? ചാർലി ഗാന രോക്കുകാർ, ചാർലി പാട്ട് നിർത്തിയിട്ട് എന്താ ചെയ്തത്? പൈസ ശേഖരിക്കാൻ തുടങ്ങി അല്ലേ. ഏതാ? പൈസ ബട്ടോർണയിലേക്ക, ബട്ടോർണ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. അപ്പൊ രണ്ടും ശരിയാണ്. ഓക്കെ. നമ്മൾ ഓക്സ്ഫോർഡ് അക്കാദമിയിലെ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ അയച്ചുതരാൻ പറഞ്ഞത്. ആ കുട്ടി മിടുക്കിയാണ്, ഒക്കെ ശരിയാക്കിയാണ്. ഓക്കെ, ഇതാണ് ഓക്സ്ഫോർഡിന്റെ പവർ. ദെൻ ഓക്കെ, ചാർലിക്ക് ഗാനേസെ സ്റ്റേജ് പർ, ചാർലിയുടെ പാട്ട് കൊണ്ട് സ്റ്റേജ് മുഴുവൻ എന്തായെന്ന് പറഞ്ഞത്? മറ്റേതാ? പൈസോക്കി ബൗച്ചാർ ശുരു ഹോ ഗയി, പണം കൊണ്ട് നിറഞ്ഞു എന്നല്ലേ. ചാർലിയുടെ പാട്ട് കേട്ടപ്പോൾ ആ സ്റ്റേജിൽ ആൾക്കാർ പൈസ കൊണ്ടേ നിറച്ചു. അപ്പൊ മൂന്നാമത്തതും ശരി അല്ലേ. ഇതിനടുത്തെന്താ? ലോഗോനെ മാംസെ ഹാത്ത് മിലാക്കർ, ആളുകൾ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ടല്ലേ, ഹാത്ത് മിലാക്കറിന്റെ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ചാർലിക്ക് താരീഫ് കർണ എന്ന് പറഞ്ഞാൽ അഭിനന്ദൻ കർണ അല്ലെങ്കിൽ വാഹ്വാഹി കർണ, പ്രശംസിക്കുക. ഓർത്ത് ചൊല്ലിയ താരീഫ് കർണ എന്നുള്ളതിന്റെ മീനിങ് എന്താ? അഭിനന്ദൻ കർണ, പ്രശംസ കർണ അല്ലെങ്കിൽ വാഹ്വാഹി കർണ എന്നൊക്കെ പറയാം. എല്ലാ വാക്കുകളും ഓർത്ത് വെക്കണം. ചിലപ്പം അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കും ഒരു മാർക്കിനെ കേട്ടോ. അപ്പം 4 ശരിയായില്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക മക്കളെ, നിങ്ങൾ ഈ എ കോളം ബി കോളം ഒരിക്കലും, ചില കുട്ടികളുണ്ട് ഇപ്പൊ ഒന്നാമത്തെ ഇതല്ലേ ശരി, ഇങ്ങനെ വരച്ചേക്കും. എന്നിട്ട് രണ്ടാമത്തെ ചാർലി ഗാന രോക്കർ പൈസ ബട്ടോർണയിലേക്ക്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ എഴുതിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതിച്ചിട്ട് വളരെ സമാധാനം, ഞാൻ ഇതൊക്കെ ശരിയെന്ന് വിചാരിച്ചിട്ട് കുട്ടി എന്ത് ചെയ്യും? വീട്ടിൽ പോകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് 0 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ നേഴ്സറി കുട്ടികളൊന്നുമില്ലല്ലോ ഇങ്ങനെ മറ്റേ ചരന്തി വലട്ടമാരി ഇങ്ങനെ എഴുതിയേക്കാൻ, ഫുഡ് ചെയിനൊക്കെ എഴുതി വെച്ച മാതിരി അല്ലേ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഈ കള്ളി ഇതേപോലെ എഴുതണം. ശരിക്കും ശ്രദ്ധിച്ചോ, ഫസ്റ്റത്തെ കള്ളി ഇതേപോലെ കള്ളി വരയ്ക്കാം. കള്ളി വരച്ചിട്ട് എഴുതിക്കാൻ നല്ല ഇംപ്രഷൻ കിട്ടും. കള്ളി വരയ്ക്കാൻ നിർബന്ധം നിലശ വരച്ചിട്ട് എഴുതാം. കഴിഞ്ഞ ടൈമൊക്കെ ഉണ്ടാവും, ഹിന്ദി അല്ലേ, പെട്ടെന്ന് എന്തായാലും ടൈം ഉണ്ടാവും. സോ എന്നിട്ട് ഫസ്റ്റ് കള്ളിയിൽ ഇത് എഴുതുന്നു, മാം കി ആവാസ് ഫട്നയിലേക്ക്. എന്നിട്ട് ഇതല്ലേ ഇതിന്റെ ഉത്തരം? ഈ ഉത്തരം നിങ്ങൾ ഇവിടെ എഴുതണം. എന്താ? ചില്ലാനയിലേക്ക്. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ചാർലി ഗാന രോക്കർ, ഇത് ഈ കള്ളി ഫുള്ള് ഇതേപോലെ തന്നെ എഴുതണം. എന്നിട്ട് രണ്ടാമത്തെ ഉത്തരം ഇതല്ലേ, അത് നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, മൂന്നാമത്തെ ഇവിടെ എഴുതണം, നാലാമത്തെ ഇവിടെ എഴുതണം. ഇങ്ങനെ വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ചില കുട്ടികൾ മറ്റേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്ത മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് സമാനമായ വേറെ ചില ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മുടെ ഫൂൽദേഹി ത്യോഹാറിന്റെ ഒരു എന്താ പറയുക, സഹി മിലാൻ കരയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബച്ചെ ദേർ ഷാം തക്ക്, കുട്ടികൾ വൈകുന്നേരം വരെ എന്താ ചെയ്തിരുന്നത്? ആ പാഠം വായിച്ചവർക്കറിയാം. വൈകുന്നേരം വരെ കുട്ടികൾ പൂക്കൾ ശേഖരിക്കാനുള്ളതിന് ചുന്നാന്നല്ലേ പറയാ, ചുൻതാഹേ ചുൻതേഹേ എന്നൊക്കെ പറയാ. അപ്പോൾ ഇവിടെ നോക്ക്, ഫൂൾ ചുൻതേഹേ അല്ലേ. വൈകുന്നേരം വരെ എന്ത് ചെയ്യുന്നു? പൂക്കൾ ശേഖരിക്കുന്നു. അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം കിട്ടി. ഇനി അടുത്ത ഏതാണ്? ബച്ചോം കി ടോലിയ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് പെൻസിലോണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേണ്ടി. വലിയ അലമ്പാക്കണ്ടാവും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ പേനോടൊന്നും എഴുതാൻ സമ്മതിക്കില്ല. അപ്പോൾ പെൻസിലോണ്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റിലേക്ക് എഴുതിയാൽ മതി, മറ്റേ ആൻസർ ഷീറ്റിലേക്ക് എഴുതിയാൽ മതി. മറ്റേ ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ വെട്ടും കുത്തക്കായാലും ഇംപ്രഷൻ പോകും. അപ്പോൾ ആദ്യം ഒന്നുകിൽ കൂൾ ഓഫ് ടൈമിലെ ഉത്തരങ്ങളൊക്കെ ഒന്ന് കണ്ടെക്കണത് നല്ല കേട്ടോ. നോക്കി, ബച്ചോം കി ടോലിയ, അതായത് കുട്ടികളുടെ സംഘങ്ങൾ. കുട്ടികളുടെ സംഘങ്ങൾ എന്തായത്? ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങലല്ലേ. ഇതിലുണ്ടൊക്കെ ചുറ്റിക്കറങ്ങാളിന് ഗുംന എന്നല്ലേ പറയാ, ഗുംതേഹിലെ. അപ്പോൾ എന്താ? ഗാവ് ബർ ഗുംതിഹേ. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം കിട്ടി. കുട്ടികളുടെ സംഘങ്ങൾ ഗ്രാമം മുഴുവൻ കറങ്ങുന്നു. പിന്നെ അടുത്ത ഫൂൽദേഹി കാ ത്യോഹാർ, അതായത് ഫൂൽദേഹി ഉത്സവം, പുഷ്പദേവിയുടെ ഉത്സവം എന്താ ചെയ്യുന്നത്? ബസന്ത് മേ മാതാഹേ, വസന്തകാലത്തിലാണ് വരാറുള്ളത് അല്ലേ. വസന്തകാലം ഒക്കെ ഓർത്തക്കണേ. ഫൂൽദേഹി ത്യോഹാർ ഏത് ഋതുവിലാണ്, ഏത് മൗസമിലാണ് ആചരിക്കുന്നതെന്ന് വെച്ചാൽ ബസന്ത് എന്നാണ് ഉത്തരം കേട്ടോ, വസന്തകാലത്തിലാണ്. ഇതിനടുത്തത് ചുനേ ഗയേ ഫൂലോം സേ, ചുന്ന എന്ന് പറഞ്ഞാൽ ശേഖരിക്കല്ലേ. ശേഖരിച്ചു കഴിഞ്ഞ പൂക്കൾ കൊണ്ട് ഇവരെന്ത് ചെയ്യും? വീടുകളുടെ മുറ്റങ്ങൾ അലങ്കരിക്കും. ബച്ചേ ദഹരിയോം സജാത്തേഹേ, ദഹരിയോ എന്ന് പറഞ്ഞാൽ വീട്ടുപടിക്കൽ കുട്ടികൾ എന്ത് ചെയ്യും? സജാനാറിന് അലങ്കരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഗരോക്കെ അങ്കൻ സജാത്തേഹ് എന്തെങ്കിലും വരും. അപ്പോൾ എന്തായാലും ഇവിടെ നാലാമത്തത് ഇതാണ്. ഓക്കെ, അപ്പം ഈസിയാണ് അർത്ഥം മനസ്സിലാക്കിയാൽ. ഓക്കെ, വീണ്ടും നമ്മുടെ ചാർലി ചാപ്ലിന്റെ ചാപ്റ്റർ തന്നെ വന്നിട്ടുണ്ട്. മേജർ ചാർലി എന്താ ചെയ്തത്? സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധിച്ചു. നല്ല സ്റ്റേജിൽ കൊണ്ടുപോയി വിട്ടു അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടോ നോക്ക്, ഇതാക്കണ്ടോ? മഞ്ച് പർ ലായ, മഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് എന്നാണ് അർത്ഥം, ഓർത്ത് വെച്ചോണ്ടിയേ. അപ്പോൾ നേരെ എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ഇതിനടുത്ത് എന്താ? മാ കി ആവാസ് ഫട്കർ, അമ്മയുടെ ശബ്ദം ഇടറിക്കൊണ്ട് എന്ത് ശബ്ദമായി മാറി? ഫുസ്ഫുസാഹട്ട്, കൂറ്റ
വയറ്റടഞ്ഞ പോലെ ഒരു അരണ്ട സൗണ്ട് ആയിട്ട് മാറി. അതാണ് ഇവിടെ ഫുസ്ഫുസാഹഡ് മെയിൻ തബ്ദീൽ ഹോ ഗയി അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഉത്തരം കിട്ടി. ഇത് 1 അല്ലേ. ഇനി അടുത്ത് ഇനിയിപ്പോ 2 ഉള്ളൂ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. അപ്പൊ എന്താ അടുത്ത് ചാർലിനെ ഗീത് ഗാന, ചാർലി പാട്ട് പാടിയപ്പോൾ എന്താ പാടാൻ ശുരു കർദിയ, ആരംഭിച്ചു, പാട്ട് പാടാൻ ആരംഭിച്ചു. അടുത്ത് ഗൂൻ കെ അനുസാർ, പാട്ടിന്റെ താളത്തിനനുസരിച്ച്, ഗൂൻ എന്ന് പറഞ്ഞാൽ താളല്ലേ, താളത്തിനനുസരിച്ച് ഗാന സജ് ഗയ, പാട്ട് കൂടുതൽ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, കൂടുതൽ അലങ്കാരമായിട്ടില്ല മനോഹരമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പാഠഭാഗത്തുള്ള സെന്റൻസുകളൊക്കെ തന്നെയാണ് ഇതേപോലെ വരിക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു ലെസണാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് 8 മാർക്കാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കുത്തിരുന്നിട്ട് പെട്ടെന്ന് വായിച്ച ഒരു മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ എല്ലാ ടെക്സ്റ്റ് പാഠങ്ങളും ഒന്ന് ജസ്റ്റ് വായിച്ച അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വായിച്ച അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഏകദേശം ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.